ക്രിസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ദാ ഉള്ളിട്ടിട്ടുണ്ട്. ഉള്ളി ഒന്ന് മെരിയട്ടെ. ഉള്ളി ഒന്ന് നല്ലോണം മെരിയട്ടെ. ദാ അതിലേക്ക് ഞാൻ ഇത്തിരി വെളുത്തുള്ളി ആട്ടിയതാണ് കേട്ടോ. ഇതിടുന്നുണ്ട്. ഇതിൻ്റെ പച്ച ചുവ ഒന്ന് മാറി കിട്ടട്ടെ. നല്ലോണം നനയ്ക്കുക. പച്ചച്ചൊയ ഒന്ന് മാറട്ടെ കേട്ടോ. ഇത് നല്ലോണം ഇതായിട്ടിട്ട് ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക്, മഞ്ഞൾ, നല്ല ജീരകം ഇതൊന്ന് ഇട്ടുങ്ങാണ്ട് ചെറുങ്ങനൊന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അത്ര മതി. ചെറുങ്ങനൊന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ഇതാക്കണ ഒരു 5-6 തക്കാളി മുറിച്ചാണിത് ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് ചുടുവെള്ളം എത്തിച്ച് കൊടുക്കണേ. ഇതിൻ്റെ അകത്ത് ചുടുവെള്ളം എത്തിച്ച് കൊടുക്കുന്നത്. ചുടുവെള്ളം കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇത് മൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വേവട്ടെ. ഇച്ചിരി ഉപ്പിടണേ. ഉപ്പിട്ടിട്ടില്ല ഇതിട്ടോ. നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. തക്കാളി നല്ലോണം ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഉഷാറായിട്ട് വന്ന് ഇതിലേക്ക് നമുക്ക് ഇത്തിരി കരിവേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്, ഒരു 3 ഉരുളക്കിഴങ്ങ് ഇട്ടിരുന്നത്. 3 ഉരുളക്കിഴങ്ങ് ഇട്ട് നമുക്കിതാ ഇറച്ചി കഴുകി ഇട്ട് വെച്ച ജോലിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ല പറക്കണ വെള്ളമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇട്ടാ ഇനി നമുക്ക് മൂടി വെക്കുക. മോളെ അങ്ങനെ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. കൊയ്യൊക്കെ വെന്ത് തുടങ്ങി. ഇനി നമുക്കിത് വെളുത്ത നിറം കാണണം. എന്താ വെച്ചാൽ ലൈറ്റിൻ്റെതാണ് കേട്ടോ. നല്ല ചുവപ്പുള്ള കറിയാണ്. ലൈറ്റിൻ്റെ കളറാണ്. ഇതിലേക്ക് നമുക്ക് ലേശം കർമസാലിൻ്റെ പൊടിയും സർവ്വസുഗന്ധിൻ്റെ പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് തെളിച്ചാൽ രസം ഇടണല്ലോ. എല്ലാ മണവും ഇങ്ങനെ തിളച്ച് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. ഇറച്ചി മസാലൻ്റെ പൊടി ഇട്ടതാണ്. റോഡിൽ പിടിച്ചിട്ടും കളർ അത്രയേ ഉള്ളൂ. അത് മതി. കളറുമ്പോൾ കാര്യമില്ലല്ലോ കേട്ടോ. കറി നല്ല രസമുണ്ട്, നല്ല മണമുണ്ട്. വാവ്, നല്ലോണം തിളച്ചിട്ടാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സർവ്വസുഗന്ധി ഇട്ടതിനെ കൊണ്ട് മല്ലിച്ചപ്പൊന്നും ഇടണമെന്നില്ല കേട്ടോ. ഇനി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.